പാംപ്ലാനി പിതാവ് വലിയ ചതിയിലേക്ക് സഭയെ നയിക്കുന്നത് കണ്ടു നിൽക്കാൻ വിശ്വാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ തന്നെ വിശ്വാസികൾ ഒന്നടങ്കം പാംപ്ലാനി പിതാവിനും തട്ടിൽ പിതാവിനും മറ്റു സഭാ നേതൃത്വത്തിനും എതിരെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കൂരിയെ അതിവേഗം പിരിച്ചുവിടുകയും ഒരു കുർബാന ഏകീകൃതമാക്കി ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കുർബാന നടപ്പിലാക്കി എന്നുള്ളത് വരുത്തി തീർക്കുകയും പിന്നീട് അതിലേക്ക് ജനാഭിമുഖ കുർബാന പുതിയ അച്ഛന്മാർക്ക് ചെല്ലുവാനുള്ള അനുവാദം കൊടുക്കുകയും അങ്ങനെ വരുമ്പോൾ പതുക്കെ ജനാഭിമുഖം തന്നെയായിട്ട് ഇത് അവസാനിക്കുകയും ചെയ്യുന്ന പാംപ്ലാനിയുടെ വലിയ പാമ്പിൻ്റെ കുടിലത എന്ന് തന്നെ പറയാം. സർപ്പം ഏത് മൃഗത്തെക്കാളും കൗശലമേറിയതും കൗഠില്യം നിറഞ്ഞതുമാണെന്ന് ഉൽപ്പത്തി 3 പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൻ്റെ പ്രകാരം തന്നെയാണ് ഇപ്പോൾ പാംപ്ലാനി പിതാവും കളിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. കൂരിയെ പിരിച്ചുവിട്ട് കഴിയുമ്പോൾ പിന്നെ ഇത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിമതന്മാരുടെ ഇഷ്ടാനുസരണം എന്തും കാട്ടിക്കൂട്ടുവാനും സഭയെ ഇല്ലാതാക്കാനും ഒരു നിമിഷം മതി. അതിനാൽ തന്നെ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് മത്തായി 16:18 വരെയുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കൊരുമിച്ച് ഈ സർപ്പത്തിൻ്റെ ഈ പോരാട്ടത്തെ നമുക്ക് നേരിടാനായിട്ട് സകല വിശ്വാസികളും ഒരുമിച്ച് ഇനിയും സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു നെഹമ്യ പറഞ്ഞതുപോലെ ആ മതിലിൻ്റെ വിള്ളലിൽ നമ്മൾ എത്രയും വേഗം പ്രവർത്തിച്ചുകൊണ്ട് പാംപ്ലാനി പിതാവിനെയും തട്ടിൽ പിതാവിനെയും ബഹിഷ്കരിക്കുകയും എത്രയും വേഗം റോമിലേക്ക് ഇവരെ രാജിവെപ്പിക്കാനുള്ള പുറപ്പാടുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ തരുണത്തിൽ വളരെ വേദനയോടുകൂടി വിശ്വാസികളെ അറിയിക്കുകയാണ് എന്ന് സ്വന്തം ലാലി ചേച്ചി.